get ready with me ആയാലോ. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ടോണർ വെച്ചിട്ട് മുഖം ഒന്ന് ക്ലിയർ ചെയ്തായിരുന്നേ. അത് കഴിഞ്ഞിട്ട് മാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീം എടുത്ത് കുറച്ചൊരു ഗ്ലോയി ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ഞാനൊരു ഫൗണ്ടേഷൻ ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ സ്റ്റുഡിയോയുടെ ഐലൈനർ എടുത്തിട്ട് താഴത്തെ വാട്ടർ ലൈൻ മാർക്കെല്ലാം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊന്ന് സ്മഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ഷാഡോ വെച്ചിട്ട് കുറച്ചൊന്ന് സ്മഡ്ജ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഐലൈനറും വരയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും എന്താ കുഞ്ഞാപ്പൂന് ഇതൊക്കെ ഒരുങ്ങുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൂടെ ഒരുങ്ങാനും നിൽക്കും. അങ്ങനെ ഐബ്രോവും കൂടി ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒന്ന് മസ്കാര ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. ഹുഡ ബ്യൂട്ടിയുടെ മസ്കാരയാണ്. പിന്നെ ഒരു ലിപ്പ് ലൈനർ, അത് ഇവിടെ നിന്ന് വാങ്ങിച്ചൊരു ലിപ്പ് ലൈനറാണ്, ബ്രാൻഡൊന്നും എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് മെബ്ലൈൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഫിനിഷ് ചെയ്തു. പിന്നെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. ഒരു കമ്മൽ സെലക്ട് ചെയ്തപ്പോഴത്തേക്ക് അപ്പുകുട്ടന് വന്നായിരുന്നു കേട്ടോ. അവന് ഞാൻ വേറെ കമ്മൽ ഇടണം എന്നായിരുന്നു, പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ മാച്ച് ചെയ്യുന്നൊരു ഇയറിംഗ് ഇട്ടു. അപ്പോൾ അത്രയും